റിയാദിലെ പരമ്പരാഗത മത്സ്യചന്ത വീണ്ടും സജീവമാകുന്നു. പഴയ സൗദിയുടെ മത്സ്യവിപണനത്തിൽ ഈ മാർക്കറ്റ് വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. മലയാളികളടക്കം നിരവധി പേരുടെ ഉപജീവന മാർഗം കൂടിയാണ് ഇന്നും ഈ ചന്ത. റിയാദിൽ നിന്നും മിഷാൽ ചെർപ്പുളശ്ശേരി തയ്യാറാക്കിയ റിപ്പോർട്ട്. ഈ സാധനം ഫ്രഷ് സാധനം കിട്ടണമെങ്കിൽ അൽബരിയയിലെ 1, 2, 3 2 നമ്പർ വന്നാൽ മതി. ഇവരെ സാധനം ഏത് സാധനം ഇതും കിട്ടും. റിയാദിലെ മുറബയിലെ ഫിഷ് മാർക്കറ്റിന് സമീപമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഒരു കാലത്ത്, അതായത് 1970-80കളിൽ സജീവമായ മത്സ്യവ്യാപാരം നടന്നിരുന്നത് ഇവിടെയാണ്. ഇന്നും ഇതിനകത്ത് മലയാളികളടക്കം നിരവധി പേർ ജോലി ചെയ്യുന്നുണ്ട്. ആ ഫിഷ് മാർക്കറ്റിൻ്റെ കാഴ്ചകളിലേക്കാണ് ഇന്ന് പോകുന്നത്. ഒരു കാലത്ത് റിയാദിന്റെ പ്രധാന ഭക്ഷ്യവിപണികളിലൊന്നായിരുന്നു മുറബ ഫിഷ് മാർക്കറ്റ് അഥവാ മഹാർ സൂഖ് അൽ സമക്. 70കളിലും 80കളിലും റിയാദിൽ മത്സ്യവിപണിക്ക് ആവശ്യകത ഉയർന്നതോടെയാണ് ഈ മാർക്കറ്റിന്റെ പ്രാധാന്യം വർദ്ധിച്ചത്. അതായിരുന്നു ഈ മാർക്കറ്റിന്റെ പ്രതാപകാലവും. പുതിയ സംവിധാനങ്ങളും പൊലിമകളുമുള്ള മാർക്കറ്റുകൾ വന്നതോടെയാണ് മുറബ ഫിഷ് മാർക്കറ്റിന് പ്രാധാന്യം കുറഞ്ഞത്. എന്നാൽ ഇന്നും നിരവധി മലയാളികളടക്കം ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഇടക്കാലത്ത് സൂഖ് അടച്ചിട്ടുവെങ്കിലും വീണ്ടും ഇപ്പോൾ സജീവമായി തുറന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്ഥിരമായിട്ട് ഇവിടെ തന്നെയാണ് വാങ്ങലേ. പല സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഹൈപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ ഫ്രഷ് നല്ല കണ്ടപ്പോൾ പിന്നെ ഇങ്ങോട്ട് വരൽ തുടങ്ങി. ഇതിന് മുന്നേ ഇതൊന്ന് ക്ലോസ് ചെയ്തിരുന്നായിരുന്നു. അപ്പോൾ പിന്നെ രണ്ടാമത് വന്ന് റിനോവേഷനൊക്കെ കഴിഞ്ഞാണ്ട് തുടങ്ങിയപ്പോൾ നല്ല ഇതായിട്ട് തോന്നി. അങ്ങനെ ക്ലീനിങ് അവിടെ നമുക്ക് ഏത് മീനാണെന്നുള്ളത് സാധാരണ ഇപ്പോൾ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ പോവുകയാണെങ്കിൽ നമുക്ക് ചെറുമീനൊന്നും ക്ലീൻ ചെയ്ത് തരില്ല. ഇപ്പോൾ എസ്പെഷ്യലി നമ്മൾ മലയാളികളെ മത്തി ഒക്കെ വാങ്ങണമല്ലേ, അപ്പോൾ അവർ ക്ലീൻ ചെയ്യില്ല എന്ന് പറയും. പക്ഷെ ഇവിടെ ഏത് മീൻ കൊടുത്താലും ക്ലീൻ ചെയ്ത് തരും. ക്യാമറ കണ്ടതും ശ്രീലങ്കൻ ജീവനക്കാരനായ ജലാൽ വാചാലനായി. കഴിഞ്ഞ 15 കൊല്ലമായി ജലാൽ ഇവിടെയുണ്ട്. 5ലധികം ഭാഷകൾ ഇവിടെ നിന്നാണ് ഇദ്ദേഹം വശത്താക്കിയത്. എല്ലാം ഫ്രഷാണ്. രാവിലെ 6 മണിക്ക് മീനൊക്കെ വരും. 1 മണി ഓപ്പൺ ആവും. പിന്നെ രാത്രി 12 മണിയെ പൂട്ടും. നല്ല ഫ്രഷ് സാധനം എല്ലാം. ഏതെങ്കിലും വിലയൊക്കെ കുറവാണ്. നല്ല വില കുറവാണ്. നല്ല മീഡിയം പ്രൈസാണ്. ഇവിടെ ഞാൻ 20 കൊല്ലമായി. ഏത് ലാംഗ്വേജും പറയാനോ കുഴപ്പമില്ല. ജിദ്ദ, ദമ്മാം, ജീസാൻ എന്നിവിടങ്ങളിൽ നിന്നാണ് ലോറികളിൽ കയറ്റി ഇവിടേക്ക് മത്സ്യമെത്തുന്നത്. അതിരാവിലെ ലോഡുകൾ ഇറങ്ങിത്തുടങ്ങും. പിടക്കുന്ന മീൻ വാങ്ങണമെങ്കിൽ രാവിലെ തന്നെ ഇവിടെ വരണമെന്നാണ് ഇവിടുത്തുകാർ പറയുന്നത്. ഗുണമേന്മയുടെ കാര്യത്തിൽ ഇന്നും ഈ മാർക്കറ്റ് മുന്നിലാണ്. ഇവിടെ ഏറ്റവും കൂടുതലും വരുന്ന മലയാളീസ് ഫാമിലീസ് ഏറ്റവും കൂടുതൽ വരുന്നത്. പിന്നെ തമിഴ് കസ്റ്റമറും, ചെന്നൈ തമിഴ് കസ്റ്റമറും വരുന്നുണ്ട്. നല്ല മീനാണ് ഇവിടെ കൊടുക്കുന്നത്. ഫ്രഷ് ദിവസവും വരുന്ന മീൻ, ദമാമോ ജിസാനിൽ നിന്ന് വരുന്ന ദിവസവും വരുന്ന മീനാണ്. വിലക്കുറവാണ്. നല്ല മീൻ, എല്ലാ മീനും വിലക്കുറവാണ്. ഇത് വെളുത്താവളി നല്ല ദുബായിലെ സാധനമാണ്. ഫ്രഷ് സാധനമാണ്. അയല, മത്തി, ചെമ്മീൻ, അമൂർ, കോര തുടങ്ങി എല്ലാവിധ മത്സ്യങ്ങളും ഇവിടെ സുലഭമാണ്. റീറ്റെയിൽ വ്യാപാരത്തിന് പുറമെ പ്രാദേശിക കച്ചവടക്കാർക്കും റെസ്റ്റോറന്റുകൾക്കും ഇവിടെ നിന്നും മത്സ്യം വിതരണം ചെയ്യുന്നുണ്ട്. മുനിസിപ്പാലിറ്റിയുടെയും സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റിയുടെയും മേൽനോട്ടത്തിലാണ് ചന്ത പ്രവർത്തിക്കുന്നത്. അതിനാൽ തന്നെ ഗുണമേന്മയില്ലാത്ത മത്സ്യം ഇവിടെ വിപണനം ചെയ്യാൻ കഴിയില്ല. പഴകിയ മീൻ ഇവിടെ വെക്കാൻ പറ്റൂല. കാരണം ഇവർ എല്ലാ ദിവസവും രാവിലെ വന്നിട്ട് നമ്മളിവിടെ കംപ്ലീറ്റ് ചെക്ക് ചെയ്യുന്നുണ്ട്. ചെക്ക് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് പുറത്തുള്ള അതായത് ഇവിടെ ഹെഡ് ഓഫീസിൽ നിന്ന് ആൾക്കാർ വരും. ഇത് ബ്രാഞ്ചാണ്. ഹെഡ് ഓഫീസിൽ നിന്ന് അവർ വന്ന് അവർ ചെക്ക് ചെയ്യും. അപ്പോൾ ഒരു കാരണവശാലും ഇവിടെ ഒരു കടക്കാർക്കും പഴകിയ മീൻ വിൽക്കാൻ കഴിയില്ല. മത്സ്യം വാങ്ങി ചന്തയുമായി ബന്ധപ്പെട്ട റെസ്റ്റോറന്റിൽ നൽകിയാൽ രുചിയോടെ ഇഷ്ടാനുസരണം പാകം ചെയ്ത് കഴിക്കാനുള്ള അവസരവും ഇവിടെയുണ്ട്. റിയാദ് നാഷണൽ മ്യൂസിയത്തിന് തൊട്ടായി സ്ഥിതി ചെയ്യുന്ന മാർക്കറ്റിന് ചുറ്റും പച്ചക്കറി, ഗ്രോസറി, ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കായുള്ള ചെറിയ മാർക്കറ്റുകളുമുണ്ട്. സൗദിയുടെ വേഗതക്കൊത്ത് കുതിപ്പിന് ആക്കം കൂട്ടുകയാണ് സൂഖ് അൽ സമക്. ഇതിനോടൊപ്പം പഴയ പ്രതാപം തിരിച്ചുപിടിക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ് ഈ ചന്തയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യരും. സിംഗാരി, ഗത്ത, ഷറായ്, ഐഷ, കുല്ലു,
നല്ല മത്സ്യം വാങ്ങാനും വെറും വിനോദത്തിനുമായി മലയാളികളും വിദേശികളുമടക്കം നിരവധി പേരാണ് നിത്യേന ഇവിടെ സന്ദർശകരായി എത്തുന്നത്. റിയാദിൽ നിന്നും വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1.